ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു അദൃശ്യമായ ധാരണയുണ്ട്. അവരത് ഉറക്കെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ പോലും പുതിയൊരു പ്ലെയർ അല്ലെങ്കിൽ പുതിയൊരു ആണവശക്തി, 10ാമതൊരു ആണവശക്തി ഉണ്ടാവരുത്. ഇപ്പോൾ നിലവിൽ 9 രാജ്യങ്ങൾക്കാണ് അവരുടെ ആണവ സാങ്കേതിക വിദ്യ വെപ്പണൈസ് ചെയ്യാൻ കഴിയുന്നത്. ബിഗ് 5 അല്ലെങ്കിൽ P5, അമേരിക്ക, ചൈന, റഷ്യ, ഫ്രാൻസ് ആൻഡ് UK. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഇരച്ചു കയറിയ 4 രാജ്യങ്ങളുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ. അത് ആപ്ലിക്കേഷൻ കൊടുത്തൊന്നും ആണവ ക്ലബിൽ അങ്ങനെ നേടിയതല്ല, സ്വന്തമായി ആണവ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്ത് എടുത്ത് ആണവ ക്ലബിലേക്ക് ബാർജിൻ ചെയ്ത രാജ്യങ്ങളാണ് നോർത്ത് കൊറിയ ആൻഡ് ഇസ്രായേൽ. 10ാമത് വന്നാൽ അത് ഇറാനായിരിക്കും എന്നത് ഈ നിലവിലെ 9 ആണവ രാജ്യങ്ങൾക്കും അത്ര സ്വീകാര്യമായ ഒരു കാര്യമല്ല. അതൊന്ന്. 2, ഈ നിലവിൽ ഈ ഒരു ഹൊറിസോണ്ടൽ പ്രോളിഫറേഷൻ അത് തടയുന്നതിന് വേണ്ടിയാണ് നിലവിൽ ട്രീറ്റുകളുള്ളത്. അതായത് NPTയും CTBTയും എല്ലാം ഉള്ളത്. കൂടുതൽ രാജ്യങ്ങൾ ആണവ സാങ്കേതിക വിദ്യ വെപ്പണൈസ് ചെയ്യാനുള്ള സാധ്യത ഒഴിവാക്കണം. അതേസമയം ആണവ സാങ്കേതിക വിദ്യ ചെറിയ തോതിൽ യുറേനിയം സമ്പുഷ്ടീകരിച്ച് അത് 3.7% സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞാൽ അത് ആണവ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കുറച്ചുകൂടി കാര്യങ്ങളാണ് മെഡിക്കൽ റിസർച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറ്റും. പക്ഷേ 60%, 90% ഒക്കെ സമ്പുഷ്ടീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ന്യൂക്ലിയർ ഡിറ്ററൻസിന് വേണ്ടിയാണ്. ആണവ ബോംബുണ്ടാക്കി ആ ബോംബുള്ള കാരണത്താൽ തന്നെ ഒരു ഡിറ്ററൻസ് ലഭിക്കുകയാണ്. അപ്പോൾ ഇറാൻ്റെ ഉദ്ദേശം വൈദ്യുതി ഉത്പാദനമൊന്നുമായിരുന്നു എന്ന് എനിക്ക് ചിന്തയില്ല. അത് ഒരു ന്യൂക്ലിയർ ഡിറ്ററൻസ് ഇസ്രായേൽ നേടിയെടുത്തതുപോലെ, ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ നേടിയെടുത്തതുപോലെ ഒരു ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ് അത് ഇറാൻ്റെ ഒരു പക്ഷേ അവകാശമാണ്. പക്ഷേ അതിന് IAEAയിലെ മെമ്പർഷിപ്പ്, അതായത് ഇന്ന് സെക്രട്ടറിയാണ് IAEAയുടെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ഇൻസ്പെക്ഷന് വിധേയപ്പെടേണ്ടതാണ്. കാരണം NPTയിലെ സിഗ്നറ്ററിയാണ്. അപ്പോൾ ഇറാൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ നമ്പർ 1, ദേ ക്യാൻ വിഡ്രോ ഫ്രം NPT. അതിനുള്ള ക്ലോസ് ഉണ്ട്. ഏത് സമയവും പുറത്തു പോകാൻ. 60കളിൽ 70കളിലൊക്കെ സൈൻ ചെയ്ത്, ഇപ്പോൾ ഓപ്പൺ ആണല്ലോ. NPT എപ്പോഴും സൈൻ ചെയ്യാവുന്ന രീതിയിലാണ്. ഇറാൻ അന്ന് NPTയിൽ സൈൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം NPTയിൽ ഇന്ത്യ സൈൻ ചെയ്യാതിരുന്ന അതേ കാരണം ഇറാൻ ഉപയോഗിച്ചില്ലല്ലോ. അതുകൊണ്ട് NPTയിൽ നിന്നും വിട്ടുപോകുന്നതിന് വേണ്ടി ഇപ്പോൾ ഇതാ ഇറാൻ്റെ പാർലമെൻറ്റായ മജ്ലിസ് ഒരു പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നു. അത് പാസ്സാക്കിയതിനു ശേഷം ഗാർഡിയൻ കൗൺസിലും അംഗീകരിച്ച് ആയത്തുള്ള അലി ഖൊമേനിയുടെ ആശീർവാദത്തോടുകൂടി ഇതിൽ നിന്നും പിന്മാറാം. അങ്ങനെയെങ്കിൽ കടുത്ത ഉപരോധം വേണ്ടിവരും എനിക്ക് തോന്നുന്നു. അപ്പം ആ ഓപ്ഷൻ അത്ര ഫീസിബിൾ അല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം. അവരാക്കെടുക്കുക ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടാമത്തെ കാര്യം, വളരെ രഹസ്യമായി റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ സഹായത്തോടു കൂടി തന്നെ ആണവ പദ്ധതി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് സാധിക്കുകയും ചെയ്യും. കാരണം ടെക്നോളജി ഏതാണ്ട് പൂർണ്ണമായി ഇറാൻ്റെ കൈവശമുണ്ട്. ആ ടെക്നോളജിയെ നമുക്ക് നശിപ്പിക്കാനാവില്ല. ഈ ഫിസൈൽ മെറ്റീരിയൽസിനെ നശിപ്പിക്കാൻ കഴിയും, സെൻട്രിഫ്യൂജുകളെ നശിപ്പിക്കാൻ കഴിയും, ആണവ നിലയങ്ങളെ, അണ്ടർഗ്രൗണ്ട് ബങ്കറുകളെ തകർക്കാൻ കഴിയും. പക്ഷേ ഒരിക്കൽ ടെക്നോളജി ഉണ്ടെങ്കിൽ അത് AQ ഖാൻ, അബ്ദുൾ ഗഫർ ഖാൻ, അദ്ദേഹം കൊടുത്തതാണേലും ശരി, അബ്ദുൾ ഖാദിർ ഖാൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണയുണ്ട്, അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളുണ്ട്. ഏത് രൂപത്തിൽ സ്വാംശീകരിച്ചതാണെങ്കിലും അവർക്കതുണ്ട് എന്നതിപ്പോൾ ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താൻ തയ്യാറാവുമോ? ഒരു ഡിറ്ററൻസ്, ഇറ്റേണൽ ഡിറ്ററൻസിന് വേണ്ടി അത് രഹസ്യമായി നീങ്ങാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയുമായി ഇപ്പോൾ ഷെൽഫിൽ വെച്ചിരിക്കുന്ന ആണവ കരാർ വീണ്ടും പൊടിതട്ടിയെടുക്കുക. 2015 ഒബാമയുടെ കാലത്ത് ഒപ്പിട്ടതുപോലെയുള്ള ആണവ കരാർ ഒരിക്കൽ കൂടി ഒപ്പിടുക. അതനുസരിച്ച് ഇറാനെതിരെയുള്ള സാങ്ഷൻസ് എല്ലാം പിൻവലിക്കുക. ഇറാനിൽ വലിയ തോതിലുള്ള $multi-billion പാക്കേജാണ് അമേരിക്ക ഓഫർ ചെയ്തിരിക്കുന്നത്. നിങ്ങളിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് ഫണ്ട് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യാം, നിങ്ങൾക്ക് പല ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഫണ്ട് ചെയ്യാം, എണ്ണ പരിവേഷണ രംഗത്ത് കുതിച്ചുചാട്ടം നടത്താം. ഇതെല്ലാം തന്നെ ഓഫറുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇന്നലെ വരെ നടന്നതെല്ലാം പുറത്തു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുമായി കരാർ ഒപ്പിട്ട് മുന്നോട്ട് പോകാൻ ഇറാന് ശ്രമിക്കാം. ഇങ്ങനെ 3 ഓപ്ഷൻസാണ് ന്യൂക്ലിയർ കാര്യമായിട്ട് ബന്ധപ്പെട്ട് 3 ഓപ്ഷൻ ഇറാൻ മുമ്പിലുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ വ്രണപ്പെട്ടിരിക്കുന്നു. Iran has measured the capability of Israel. Israel also has measured the
കേപ്പബിലിറ്റി ഓഫ് ഇറാൻ. തീർച്ചയായും റിയലിസ്റ്റിക്കായി ഈ രണ്ട് രാജ്യങ്ങൾക്കും അവരവരുടെ ബലങ്ങളും ബലഹീനതകളും ഒരു റിയൽ യുദ്ധ അന്തരീക്ഷത്തിൽ പരീക്ഷിച്ച് നോക്കാൻ കഴിഞ്ഞു. ഇനി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ ഒരു വയബിളായ വ്യോമസേന ഇല്ല. ഉണ്ട്, വിമാനങ്ങളുണ്ട്, പക്ഷേ അത് ഫ്ലൈറ്റ് വർത്തി ആകണമെന്നില്ല, ബാറ്റിൽ വർത്തി ആകണമെന്നില്ല. മിസൈലുകളുടെ മാത്രം ആകാശ ഡോമിനേഷൻ അവർക്ക് സാധിക്കില്ല. അതിനേക്കാൾ വലിയ ഒരു എയർ സുപ്പീരിയോറിറ്റി ഇസ്രയേലിനുണ്ട്. അതുമാത്രമല്ല, അമേരിക്കൻ വിമാനങ്ങൾ നൽകുന്ന, അമേരിക്കൻ മിസൈലുകൾ നൽകുന്ന, അമേരിക്കൻ താവളങ്ങൾ നൽകുന്ന ഓവറോൾ ഒരു കവചമുണ്ട്. അതുകൊണ്ട് ഒരു പാരിറ്റി അവിടെ ഇല്ല എന്നോർക്കണം. അതുകൊണ്ടാണ് അവസാനമായിട്ട് ഒരു പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. അതായത് ദ വേൾഡ് ഈസ് വാച്ചിങ്. എപ്പോഴും ഓൾട്ടർനേറ്റീവ്സിന് വേണ്ടിയുള്ള സെർച്ചിലാണ്. ഇപ്പോൾ അമേരിക്ക നയിക്കുന്ന അല്ലെങ്കിൽ മൾട്ടിപോളാർ ഫോർമേഷൻ വിത്ത് ആൻ എഡ്ജ് ഓൺ ദി അമേരിക്കൻ അല്ലെങ്കിൽ ട്രാൻസ് അറ്റ്ലാന്റിക് എഡ്ജ്, ആ രൂപത്തിൽ നിന്നും കുറച്ചുകൂടി ഒരു മുൻകാലത്ത് 1990 മുതൽ 2000 വരെ, ഒരു 2005 വരെ നിലനിന്ന ഒരു 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 കാലഘട്ടം, അല്ലെങ്കിൽ 1990 മുതൽ സോവിയറ്റ് യൂണിയൻ്റെ പതനം വരെ നിന്നിരുന്ന ഒരു കാലഘട്ടം. അതാണല്ലോ ബൈപോളാറിറ്റി, കോൾഡ് വാറിൻ്റെ കാലഘട്ടം. അതിന് സമാനമായ ഒരു ബിൽഡപ്പിലേക്ക് പോകാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. അത് പരസ്യമായിട്ടല്ല പോകുന്നത്. ഡോളറിനെ ബലഹീനമാക്കിക്കൊണ്ട് ഈ ബ്രിക്സിൻ്റെ കറൻസീസൊക്കെ സ്ട്രെങ്തൻ ചെയ്യുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മൗനാനുവാദം അതിന് കൊടുക്കുകയും, കാരണം ഡോളറൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ബാലൻസ് വരൂ. അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ മൈറ്റിൽ അമേരിക്കയും വെസ്റ്റേൺ പവേഴ്സും ഡോമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് ആ രീതിയിലുള്ള ബാലൻസിങ് ആക്ട്, അതാണ് ന്യൂ പാരഡൈം, ന്യൂ വിസ്റ്റ ഓപ്പൺ അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ യുദ്ധം നൽകുന്ന ഒരു ടേക്ക് അവേ എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വളരെ ആഴത്തിൽ ഇനിയിപ്പോൾ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.